ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ചെറിയൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ട്രേഡിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം. അപ്പം അതിൽ നിങ്ങൾ ബെറ്റർ ആകണം. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ബെറ്റർ ആകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ട്രേഡിങ്ങിനകത്ത് ഒരു ബെറ്റർ ആകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്. നന്നായിട്ട് പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് റിസ്കിനെ മാനേജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്കിനി ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോയുടെ ലെന്ത് പലപ്പോഴും ഇച്ചിരി ഒരു 10 മിനിറ്റ് ഒക്കെ ആകാറുണ്ട്. 10 മിനിറ്റ് ആ റേഞ്ച് ഒക്കെ ആകാറുണ്ട്. കാരണം നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും പേർക്കും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ സബ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതുകൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങൾക്ക് ആ ഒരു ടൈം വലിയൊരു ബുദ്ധിമുട്ടാകത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അതായത് നമ്മൾ ട്രേഡിംഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ട്രേഡിംഗ് ഭയങ്കര പ്രശ്നക്കാരനാണ്, നമ്മുടെ ക്ലാസ്സിലെ ഭയങ്കര കുഴപ്പനാണ്, പ്രശ്നക്കാരനാന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഭീകരമായിട്ടുള്ള കുറേ വാർത്തകൾ. ഇത് രണ്ട് ടൈപ്പ് ആൾക്കാർ എങ്ങനെ എടുക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ അവർ ഇത് കണ്ണും പൂട്ടി വിശ്വസിക്കും. ആ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. ഷെയർ മാർക്കറ്റ് ഓഹരി വിപണി, ഓഹരി കമ്പോളം, പ്രശ്നക്കാരന് പേര് തന്നെ ഉണ്ടെന്ന് പറയുന്നവർ, ഇവനെ കണ്ടാൽ അറിയാമെന്ന് പറയുന്നവർ. രണ്ടാമത്തെ ആൾക്കാർ ചെറിയ രീതിയിൽ ട്രേഡിങ്ങിലോട്ട് ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ അവർ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകും. ബിഗിനേഴ്സ് ലുക്ക് പോലൊക്കെ ഇച്ചിരി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അപ്പം അവരാദ്യം പറയാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇച്ചിരി പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കുറെ കൂടെ ഫണ്ട് ആഡ് ചെയ്യും, കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഫണ്ട് കുറച്ച് പോകും. എന്തുകൊണ്ടായിരിക്കും പോകുന്നത്? അത് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു പഠിത്തവും അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ലാതെ, നമ്മളിപ്പോൾ ഫാമിലിയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ, നന്നായിട്ട് പഠിക്കണം, അങ്ങനെ പഠിക്കുകയൊന്നും ചെയ്യാതെ ഇവർ ചാടി കയറി എന്തൊക്കെയോ ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ആയിട്ട് കൂടുതൽ ഫണ്ട് ഇടും. അത് എവിടുന്നേലൊക്കെ കടം മേടിച്ചിട്ട്, അതായത് ഒരു ചായ പിടിക്കാനുള്ള പൈസ വരെ ഉള്ള പൈസ മൊത്തം വലിച്ചു വാരി ഇടും, എന്തൊക്കെ കിട്ടുമെന്നുള്ള രീതിയിൽ. അല്ലാതെ ഒരു പഠിക്കണം ഒന്നാമത്തെ കാര്യം. ആർക്കും ഫ്രീ ആയിട്ട് പൈസ കൊണ്ട് കൊടുക്കത്തില്ല. നമ്മൾ ഈ വീഡിയോസിൽ ഉടനീളം ഫുൾ എഡ്യൂക്കേഷൻ കണ്ടന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്തേക്കുന്നത്. കാരണം നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ആ രീതി ബോധ്യപ്പെട്ടവർ മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. 2, ഇവർ മറ്റുള്ളവരെ ചുമ്മാ കണ്ണും പൂട്ടിയിട്ട് വിശ്വസിച്ചിട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്യുന്നത്. അതായത് ഏതോ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഹായ് ഐ വിൽ ഹെൽപ്പ് യു ടു ഡബിൾ യുവർ മണി എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് തരും. എനിക്കാണ് കുറച്ച് മുമ്പ് വന്നത്. എന്നെ അങ്ങ് കോടീശ്വരനാക്കി. ഈ വീഡിയോ ഒന്നും ഞാൻ പിന്നെ ഇവിടെ നിന്ന് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ വല്ല ബുർജ് ഖലീഫയിലൊക്കെ ഇരുന്ന് സെറ്റൊക്കെ ഇട്ട് ചെയ്തേനെ. ആ രീതിയിലത്തെ മോഹന വാഗ്ദാനങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഏതാ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് കൊണ്ട് പൈസ കൊടുക്കും. ആദ്യമൊക്കെ അവർ ഇച്ചിരി പ്രോഫിറ്റ് കാണിച്ചു കൊടുക്കും, ഇച്ചിരി ഫണ്ട് ഇട്ട് കൊടുക്കും. അതായത് മനസ്സിലായല്ലോ, ചെറിയ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. ഏറ്റവും അവസാനം ഇവർ കൂടുതലൊരു ഫണ്ടാണ്, എന്നാൽ ഇച്ചിരി കൂടെ ഇരട്ടിപ്പിച്ചേക്കാം. അതായത് 1 രൂപ 2 രൂപയാക്കി, അപ്പം 1000 രൂപ ഒരു 2000 രൂപയാക്കും. ആ രീതിയിൽ അങ്ങ് എങ്ങനെയൊക്കെ ഒന്ന് കൂട്ടാന്നുള്ള രീതിയിൽ പൈസ കൊണ്ട് ഇട്ട് കൊടുക്കും. ഏറ്റവും അവസാനം എന്ത് പറ്റി? ഹായും ബായും ഒന്നും അവിടെ കാണത്തില്ല, ഇവിടെയോ പോയി. അപ്പോൾ അവസാനം കുറ്റം ആരുടെ തലയ്ക്ക് വരും? ക്ലാസ്സിൽ കുഴപ്പമുണ്ട്, അല്ല അതായത് ഷെയർ മാർക്കറ്റിന്റെ തലയ്ക്ക് വരും. അത് ഇത് കാരണമാണ്. കാരണം എന്റെ ജീവിതം തുളിച്ച് എന്നെ ഇത്രയും വലിയ കടക്കാരനാക്കിയത് ആരാ? ഷെയർ മാർക്കറ്റ്. ഇങ്ങനെ പറയുന്നവർ ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കേൾക്കേണ്ടത്. ഇങ്ങനെ പറയുന്നവരുടെ മെയിൻ ആയിട്ടുള്ള സ്വഭാവം എന്തോ? അവരൊന്നാമത്തെ കാര്യം പഠിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ. ഇങ്ങനെയുള്ളവർ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാത്തവരാ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കണം. അത് പ്രോഫിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല കാര്യമാണെങ്കിലും മോശം ഒരു എഫക്റ്റ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ നിന്ന് കൊടുത്തിട്ടാണല്ലോ. അതായത് പലപ്പോഴും പറയും ക്ലാസ്സിലുള്ള ഇവനാണ് എന്റെ മോനെ വഴി തെറ്റിച്ചത്. എന്തിനാ അവന്റെ കൂടെ കമ്പനി അടിക്കാൻ പോയി? ആ പറയുന്ന പോലെ ഈ സ്കാമിനകത്തൊക്കെ പോയി പെടാനും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രേഡിനകത്ത് കണ്ണും പൂട്ടി ഏതോ ഒരാളുടെ കോള് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പല വീഡിയോസിനകത്തും ചാർട്ട് അനാലിസിസിനകത്ത് ഉൾപ്പെടെ പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യൂവിലേ കയറാവൂ. ഒരു ദൈവം തമ്പുരാനും എന്ന് പറയുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ അതിനകത്തുള്ളത്. നിങ്ങളുടെ ഒരു റിസ്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എൻട്രി എടുത്താൽ മതി. ഇല്ലാതെ ചാടിക്കേറിയത് ആരുടെ പ്രശ്നമാണ്? നമ്മുടെ മാത്രം പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പം എന്താണ് ഈ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ ട്രേഡിങ്ങിനെ ബാധിക്കുന്നത്? നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി. ഷെയർ മാർക്കറ്റ് നമുക്കിട്ട് പണി തരുവാൻ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ഏതൊരു ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. നമ്മൾ പലപ്പോഴും പല ഡോക്ടർമാരോട് സംസാരിച്ചാൽ മതി. അവർ വീണ്ടും കോൺഫറൻസിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ
പഠിക്കുകയും പല ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്കതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായി, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കാര്യങ്ങൾ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നമ്മുടെ കാര്യത്തിൽ അതുപോലെ തന്നെ, അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ ട്രേഡിങ്ങിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ ഇമ്പ്രൂവ് ചെയ്യും? മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പ്രോഫിറ്റും ലോസ് വരെ നിങ്ങളുടെ മാത്രം ശരിയും തെറ്റും, നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം ഒരു ഗുണമാണത്. അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റീസ് അത് നിങ്ങളുടെ മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് അവസരം വരും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ കുറ്റം പറഞ്ഞിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നവരെ പോലെ ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫാമിലിയിലുള്ള ആരും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരും അങ്ങനെ ആകാൻ പാടില്ല. ഷെയർ മാർക്കറ്റ് എപ്പോഴും ന്യൂട്രലാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ആർക്കും പണി തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്ക്. നിങ്ങളത് ഷെയർ മാർക്കറ്റിനെ തലക്കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെത്തി പഠിക്കുക. ആ മിസ്റ്റേക്ക് എൻ്റെയാണ്. ഇപ്പം ഞാൻ പല ലോസ് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, ഞാൻ ഫുൾ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയ ആളൊന്നുമല്ല. ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെൻ്റെ മാത്രം തെറ്റാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്നു. ഇല്ലെങ്കിൽ ഞാനും പോയിട്ട് പോസ്റ്റ് ഇട്ടേനെ, ഷെയർ മാർക്കറ്റ് ഓഹരി കമ്പോളത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ, അല്ലെ ഈ പോസ്റ്റിനെ പറ്റി ഈ നെഗറ്റീവ് ഇടുന്ന ആ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ പോയിട്ട്, അല്ലെങ്കിൽ ഈ പത്രവാർത്തയുടെ താഴെ പോയി ഞാനും കമന്റ് ഇട്ടേനെ, ശരിയാ എൻ്റെയും പോയിട്ടുണ്ട് ഇത്രയെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടേനെ. പക്ഷെ നമ്മൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, കൂടുതൽ പഠിക്കാൻ നേരത്തെ എനിക്കിപ്പോൾ നേരത്തെ കാട്ടി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. നിങ്ങൾക്കും ഭാവിയിൽ നല്ലൊരു ട്രേഡർ ആകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല ട്രേഡർ ആകുക. എല്ലാവരും 100% ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും പതുക്കെ ആണെങ്കിലും നല്ല ട്രേഡർ ആകാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.